ഹേയ് ഹലോ ഐം ആദി. ഈ വീഡിയോ ഒരു അവയർനെസ് ആണ് നിങ്ങൾക്ക് തരുന്നത്. അത് മറ്റൊന്നുമല്ല, ഇറ്റ്സ് ഓൾ അബൌട്ട് ഫുട്ബോൾ. എന്തുകൊണ്ടാണ് മികച്ച കളിക്കാർ ഇന്ത്യയിൽ, എസ്പെഷ്യലി കേരളത്തിലുണ്ടായിട്ടും അവരെങ്ങും എത്താണ്ട് പോകുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപക്ഷേ അവർ മറ്റേതെങ്കിലും രാജ്യത്താണ് ജനിച്ചിരുന്നെങ്കിൽ അവരിന്ന് ഏതെങ്കിലും ഒരു നല്ല ടീമിൻ്റെ ഭാഗമായിരുന്നേനെ. അതിനുള്ള ഏറ്റവും മികച്ച ഉദാഹരണമാണ് തസിൻ മുഹമ്മദ് ജംഷീദ്. അതെ, നമ്മുടെ അഭിമാനം. സോ ഗെറ്റ് ബാക്ക് ടു ദ പോയിന്റ്. പണ്ട് ഞാനൊക്കെ കളിക്കാൻ പോകുന്ന സമയത്ത് കുറേ കൂട്ടുകാർ അവർ ഫുട്ബോൾ കോച്ചിങ് എന്ന് പറഞ്ഞ് പോകുന്നത് കാണാം, ഈച്ച് ആൻഡ് എവറി ഡേ. അതും മഴയും വെയിലും ഒന്നും നോക്കാറില്ല. അതൊക്കെ ഒരു തരം ഭ്രാന്താണ്. ബൈ എനിക്കുണ്ടായിരുന്ന ആ ഭ്രാന്ത്. എന്നാൽ അവർ അറിയാണ്ട് പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഭ്രാന്തിനൊരു പരിധിയുണ്ട്. ഒരു പരിധി കഴിഞ്ഞാൽ അത് നിർത്തേണ്ടി വരും. ഈ പാടത്തും പറമ്പിലുമുള്ള കളി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കോച്ച്, അതിനൊരു പരിധിയുണ്ട്. ആസ് എ മിഡിൽ ക്ലാസ് ബോയ് അവനൊരു സ്പോൺസർഷിപ്പ് ഇല്ലാതെ എവിടെ വരെ പോകാനാവും? അതും നമ്മുടെ സിസ്റ്റം സപ്പോർട്ടീവ് അല്ലാത്ത പക്ഷം. ഓൾസോ ഗവൺമെൻറ്. എൻ്റെ കുറേ ഫ്രണ്ട്സ് ഇതുമൂലം ഈ ഫീൽഡ് വിട്ടേ പോയി. വൈ? ടാലൻ്റ് ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഇവർ എവിടെയും എത്തുന്നില്ല? വൈ? എല്ലാ രാജ്യത്തുമുള്ള സപ്പോർട്ടീവ് സിസ്റ്റം ഇവിടെയും വേണം. IM വിജയനെ പോലുള്ള മഹാന്മാരുടെ മണ്ണിൽ നിന്ന് ലോകമറിയുന്ന ഫുട്ബോൾ പ്ലെയേഴ്സ് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ചെറിയൊരു വീഡിയോയിൽ എൻ്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പ്ലീസ് സപ്പോർട്ട് ദം. ഓൾസോ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. അതുമൂലം ഏതെങ്കിലും മാറ്റം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.